നമസ്കാരം. ഇന്ന് അറിയാൻ ബീമാസുഖം പോർട്ടൽ വഴി ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കായി ഓരോ വ്യക്തിക്കും ബീമ പെഹ്ചാൻ അഥവാ ഇൻഷുറൻസ് തിരിച്ചറിയൽ എന്ന പേരിൽ സവിശേഷ ID നിലവിൽ വരും. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകൾക്കും ആധാരമാകുന്ന ഈ ID ആധാർ, പാൻ, മൊബൈൽ നമ്പർ എന്നിവയുമായും ബന്ധിപ്പിക്കും. വിവിധതരം ഇൻഷുറൻസ് പോളിസികൾ ഒരൊറ്റ ID ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാനാകും. ഇതിനായുള്ള വെബ്സൈറ്റ് bimasukham.co.in. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എളുപ്പം ലഭ്യമാക്കാൻ പാസ്ബുക്ക് ലൈറ്റ് സേവനവുമായി EPFO. പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലേക്ക് അടച്ച തുക, പിൻവലിക്കലുകൾ, ബാക്കിയുള്ള തുക തുടങ്ങിയ വിവരങ്ങൾ മെമ്പർ പോർട്ടലിൽ ഒറ്റ ലോഗിൻ വഴി ലഭിക്കും. ഡ്രോൺ ഉപയോഗം മൂലമുണ്ടാകുന്ന അപകടങ്ങൾ വ്യക്തികളുടെ മരണത്തിനോ ഗുരുതരമായ പരിക്കിനോ വഴിവെച്ചാൽ ഉടമ നഷ്ടപരിഹാരം നൽകണമെന്ന് പുതിയ കരട് ബില്ലിൽ വ്യവസ്ഥ. മരണമുണ്ടാകുന്നതെങ്കിൽ 2.5 ലക്ഷം രൂപയും ഗുരുതര പരിക്കാണെങ്കിൽ 1 ലക്ഷം രൂപയും നൽകണം. GST ഇളവിന്റെ പൂർണ്ണ ഗുണം ജനങ്ങൾക്ക് നൽകുമെന്ന് മാരുതി സുസുക്കി അറിയിച്ചു. ഈ മാസം 22 മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിലാകും. എക്സ് ഷോറൂം വിലയിൽ 46,400 രൂപ മുതൽ 1.29 ലക്ഷം രൂപയുടെ വരെ കിഴിവ് വിവിധ മോഡലുകളിൽ ലഭിക്കും. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പരീക്ഷകളെക്കുറിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് അഭിപ്രായം പറയാൻ അവസരം. SSCയുടെ വെബ്സൈറ്റിൽ ഇത് രേഖപ്പെടുത്താം. കൂടുതൽ വിവരങ്ങൾക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനും www.ssc.gov.in/home എന്ന സെക്ഷൻ സന്ദർശിക്കുക. കോഴിക്കോട് അടക്കം കേരളത്തിൽ 20 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബുകൾ കേന്ദ്ര സഹായത്തോടെ വരുന്നു. ആദ്യഘട്ടമെന്ന നിലയിൽ കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി സെന്ററിലെ അടക്കം 30 ലാബുകളുടെ ഉദ്ഘാടനം കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് നിർവഹിച്ചു. ഓൺലൈൻ മണി ഗെയിമുകൾ പൂർണ്ണമായും നിരോധിക്കാനുള്ള നിയമം ഒക്ടോബർ 1 പ്രാബല്യത്തിലാക്കാൻ സർക്കാർ ഒരുങ്ങുന്നു. 10 ദിവസത്തിനുള്ളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗം സംബന്ധിച്ച ചട്ടക്കൂടും IT മന്ത്രാലയം പുറത്തിറക്കുമെന്ന് കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇൻഫോർമേറ്റീവായ ഇത്തരം വിവരങ്ങൾ ലഭിക്കുവാൻ ഈ പോഡ്കാസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.